ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എൻ്റെ മോള് കൊണ്ടുതന്ന ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ വന്നേക്കുന്നത് സ്റ്റുട്ട്ഗാർട്ടിലുള്ള സ്റ്റാഡ് ബിബ്ലിയോതെക്കിലാണ്. ബിബ്ലിയോതെക്ക് എന്ന് വെച്ചാൽ ലൈബ്രറി എന്നാണ് അർത്ഥം. ഇനി നമുക്കകത്ത് കയറി നോക്കാം. ഈ ഒരു ലൈബ്രറിയിൽ 2 അണ്ടർഗ്രൗണ്ട് ഫ്ലോർസും പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് അപ്പർ ഫ്ലോർ 8 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടല് 10 ലെവല് ഫ്ലോർസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു ലൈബ്രറി. ഓരോ ഫ്ലോറിലും ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. ബുക്സ്, സ്റ്റഡി ഏരിയാസ്, ഡിജിറ്റൽ റിസോഴ്സസ് എല്ലാം ഇവിടെ കാണാം. ഈ ഒരു ലൈബ്രറി 2011 തുറന്നത്. ക്യൂബ് ആകൃതിയിലുള്ള അതിന്റെ അതുല്യമായ ആർക്കിടെക്ചർ കാരണം ഇത് ലോകമെമ്പാടും പ്രശസ്തമാണ്. അകത്ത് കടന്നാല് എല്ലാം വെളിച്ചം നിറഞ്ഞ വെളുത്ത നിറത്തിലുള്ള ശാന്തമായ ഒരു ലോകം പോലെ തോന്നും. വായനയ്ക്കും പഠനത്തിനും മാത്രമല്ല, മനസ്സിന് സമാധാനം കിട്ടാൻ പോലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക കളക്ഷൻ ആണുള്ളത്. അപ്പോഴാണ് ഞാനിപ്പോൾ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ബുക്ക് കണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററിയും കൾച്ചറും ട്രഡീഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണിത്. ഇവിടെ ബുക്ക് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഈ മെഷീൻ വഴിയാണ് എല്ലാ ബുക്സും പ്രോസസ്സ് ചെയ്യുന്നത്. ഓരോ സെക്ഷനിലേക്ക് പോകാനും റിട്ടേൺ, ഇഷ്യൂ എല്ലാം ചെയ്യാനും ഈ ഓട്ടോമാറ്റഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. വെരി മോഡേൺ ആൻഡ് ഈസി സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഒരു മാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഒരു ഗ്രീൻ കവർ വാങ്ങാനാണ്. ഈ ഒരു ഷോപ്പിൽ വളരെ വലിയ കളക്ഷൻസ് ഉണ്ട്. ആർട്ട് മെറ്റീരിയൽസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, ടോയ്സ് തുടങ്ങിയ പലതരം സെക്ഷൻസ് ഇവിടെ കാണാം. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഈ കാണുന്നതാണ് കവറിന്റെ സെക്ഷൻ. ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രീൻ കളർ കവറാണ്. ജർമ്മനിയില് വേസ്റ്റ് സെഗ്രിഗേഷൻ സിസ്റ്റം വളരെ സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 4 ടൈപ്സ് വേസ്റ്റ് ബിൻസ് ആണ് ഉള്ളത്. ഒന്ന് പേപ്പർ വേസ്റ്റ്, പിന്നെ ഫുഡ് വേസ്റ്റ്, പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ്, പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് എന്നിങ്ങനെ 4 ടൈപ്സ് ആണുള്ളത്. ഞാൻ ഈ ഒരു ഗ്രീൻ കളർ കവർ വാങ്ങിക്കുന്നത് ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പം സ്പൈസ് ട്രാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു കടയിലേക്ക് വന്നാൽ മതി. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇത് ഗാർഡനിലേക്കും ബാൽക്കണിയിലേക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ചെയറിന്റെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പായൊക്കെ ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ നമുക്ക് ട്രെയിൻ കയറാൻ പോകാം. ഈ ഒരു മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിട്ടാണ് ഇവിടെ ഊബാനും ഉള്ളത്. ഈ ഒരു ഊബാൻ എന്ന് പറയുന്ന ട്രെയിൻ സിറ്റിക്കുള്ളിൽ മാത്രം ഓടുന്ന ഒരു മെട്രോ ട്രെയിനാണ്.
ഇപ്പൊ ഞാൻ ഇറങ്ങിയേക്കുന്നത് ഞാൻ എപ്പോഴും ഇറങ്ങുന്ന സ്റ്റോപ്പിലല്ല, അതിന് തൊട്ട് മുന്നിലുള്ള ഒരു സ്റ്റോപ്പിലാണ്. വീടിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിയാൽ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നടന്ന് നമുക്ക് വീട്ടിലെത്താം. പക്ഷെ ഞാൻ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയേക്കുന്നത് കുറച്ച് നടക്കാനും വെതർ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചുറ്റും കുറെ പാർക്കുകൾ കാണാം, കിളികളുടെ സൗണ്ടുകൾ കേൾക്കാം. നല്ല ഭംഗിയാണ് ഈ ഒരു വഴിയിലൂടെ നടക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നടക്കാൻ വേണ്ടിയിട്ടും സൈക്ലിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർക്കുകളൊക്കെ ഇവര് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു നടക്കുന്ന റൂട്ടാണേലും പാർക്കുകളാണേലും വളരെയധികം ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കണ്ടോ, അടുത്തടുത്തായിട്ട് തന്നെ കുറെ പാർക്കുകൾ ഇവര് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റ് ബിന്ന്. ഇത് കൂടാതെ തന്നെ ഒരു യെല്ലോ കവറും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ റീസൈക്കിൾ ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നത്. ഞാൻ ഇന്നലെ കുറച്ച് കൂടുതൽ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിക്കാനായിട്ട് കറികളൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് മോളെ കിൻഡർ ഗാർഡനിൽ പിക്ക് ചെയ്യാൻ പോകാം. ഞാനിവിടെ കിൻഡർ ഗാർഡനിൽ വന്നപ്പോഴേക്കും അവർ പുറത്ത് കളിക്കുമായിരുന്നു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ രാത്രിയിലേക്കുള്ള ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സോയാ ചങ്ക്സ് ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അപ്പം അത് കണ്ടപ്പം തൊട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കുവാണ് ആ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം അതിന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു സവോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ എൻ്റെ കയ്യിൽ ഒരു പകുതി കഷ്ണം ഉള്ളി ഉണ്ടായിരുന്നു, അതും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ കാണുന്നത് സോയാ ചങ്ക്സ് ആണ്. ഇത് ഞാൻ വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണ്. അതിനുശേഷം അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു കറി ഇരിക്കുന്നത്.
ഇനി ഇതിലേക്ക് കുറച്ച് ക്രൗട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞാൻ ബ്രൊക്കോളി, ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി, ബട്ടറും സോൾട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.